കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി എതിരെ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ പ്രചാരണാർത്ഥം തളിപ്പറമ്പ് മണ്ഡലം സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ബഹുജന സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ അങ്ങാടിയുടെ പരിസരത്തു നിന്നും ഓൺലൈൻ വഴി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മയെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് നാം ഇവിടെ സംഘടിച്ചത് എന്ന്, ഇത്തരം സംഗമങ്ങളുടെ ആവശ്യകത എന്താണ് എന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് മുൻപ് നടന്ന ഉദ്ഘാടന സെഷൻ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. മനുഷ്യരെല്ലാം സമാധാനവും സന്തോഷവും ആശ്വാസവും ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. ആ സമാധാനത്തെ, സന്തോഷത്തെ, ആശ്വാസകരമായ ജീവിതത്തെ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തലങ്ങളിലും അതിനുവേണ്ട വഴികൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. ഒരു വ്യക്തി എന്ന നിലക്ക് ശാന്തിയും സമാധാനവും മനസ്സിന് നേടാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ ബോധപൂർവം അയാൾ ഉണ്ടാവുകയും അശാന്തിയുടെ, അസ്വസ്ഥതയുടെ വഴികളായി പഠിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യൽ ഏറെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചതുകൊണ്ട് മാത്രം അയാൾ ഇടപെടുന്ന എല്ലാ രംഗങ്ങളിലും അയാൾക്ക് സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും കണ്ടെത്തുക ഒരിക്കലും സാധ്യമല്ല. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരും ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നത് സാധിക്കുന്ന വിഷയമല്ല. അദ്ദേഹം ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. അയാളുടെ സമാധാനത്തിന്, ആശ്വാസത്തിന് ആ കുടുംബത്തിലെ ഓരോ അംഗവും അനിവാര്യമായും ശ്രദ്ധിക്കുകയും പുലർത്തിപ്പോരുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അയാള് സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അയാളുടെ പിതാവ് സംസ്കാരശൂന്യമായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ വീട്ടിൻ്റെ അകത്ത് അയാൾക്ക് ആ സമാധാനം നേടിയെടുക്കാനാവുകയില്ല. ഒരാൾ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കൂടെ ജീവിക്കുന്ന ഇണ, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, അയാൾ, ആ വ്യക്തി, ആ സഹോദരി തിന്മകളുടെ, അധർമ്മങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന, അത്തരം തിന്മകളെ, അധർമ്മങ്ങളെ, അശ്ലീലതകളെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഇണയോടൊപ്പം ജീവിക്കുന്ന സമയത്ത് അനുഭവിക്കേണ്ട ശാന്തിയെ, സമാധാനത്തെ, സ്വസ്ഥതയെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടെത്തുക എന്നത് സാധിക്കുകയില്ല. മാതാവും പിതാവും ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നിടത്ത് കൃത്യമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട്, ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാന്യമായ ജീവിതം നയിക്കുന്നുണ്ട്. പക്ഷെ ആ വീട്ടിൽ കഴിയുന്ന മക്കൾ ഏതെങ്കിലുമൊക്കെ തിന്മകളുടെ പിറകെ പോകുന്നവരാണെങ്കിൽ ആ മക്കളെ ഓർത്തുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുന്ന ഈ മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി കഴിഞ്ഞുകൂടുന്ന കുടുംബകങ്ങളെ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്
ഒരു വീട്ടിലെ ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ, ആ കുടുംബങ്ങൾ അടങ്ങുന്ന സമൂഹത്തിന്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സാധ്യമാകണമെങ്കിൽ അവിടെയുള്ള ഓരോ അംഗങ്ങളും പാലിക്കേണ്ട കൃത്യമായ ചിട്ടകളും വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട്, മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുന്നത്. പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലം സാക്ഷ്യം വഹിക്കുന്നത് എന്തിനാണ്? ഇവിടെ സംസാരിച്ച ഉദ്ഘാടന സംസാരം മുതൽ ഇങ്ങോട്ട് സംസാരിച്ച പല സംസാരങ്ങളിലും കടന്നു വന്നു അതാണ്. ഇന്ന് പ്രത്യേകിച്ചും കഴിഞ്ഞ 1-2 ആഴ്ചയായി നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വേദനാജനകമായ ചില സ്ഥിതിവിശേഷങ്ങൾ. ജന്മം നൽകിയ ഒരു മനുഷ്യൻ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന മരണത്തിന്റെ വേദനയാണെങ്കിൽ, അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മനുഷ്യൻ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായ പ്രസവത്തിന്റെ വേദന അനുഭവിച്ച് തനിക്ക് ജന്മം നൽകിയ മാതാവ് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അതിന്റെ ചികിത്സ തേടി പതിയെ രോഗത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ ഉമ്മയെ കാണുകയും ചുളിഞ്ഞു തുടങ്ങിയ ശരീരത്തിലെ തൊലികളിൽ കൈവച്ചുകൊണ്ട്, ഉമ്മ, നിങ്ങളെ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്നാലാകുന്നത് ചെയ്ത് ഈ പൊന്നുമകൻ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ്, ഉമ്മച്ചി, പാതിരാത്രികളിൽ നിങ്ങൾക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന റബ്ബിലേക്ക് ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മാക്ക് ആശ്വാസം കൊടുത്ത് സമാധാനിപ്പിക്കേണ്ടതിനു പകരം ജന്മം നൽകിയതിനുള്ള വേദന തീർക്കാൻ ഉമ്മാക്ക് എന്നോ കരുതി വെച്ച ശിക്ഷ ആ മകൻ രോഗിയായ ഉമ്മയിൽ നടപ്പാക്കുകയും ആ ഉമ്മയെ വെട്ടിക്കൊല്ലുകയും ചെയ്തത് നമ്മൾ കേൾക്കുകയുണ്ടായി. അതേ ആഴ്ചയിൽ തന്നെയാണ് ഒരു മകൻ സ്വന്തം പിതാവിനെ, അച്ഛനെ ആ രൂപത്തിൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ വാർത്തയും വർത്തമാനങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായത്. സമാനമായ സമയത്തു തന്നെയാണ് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഒക്കെ കൊലപ്പെടുത്തുകയും വിഷം കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ വ്യത്യസ്ത വാർത്തകളും വർത്തമാനങ്ങളും നമ്മൾ കേട്ടത്. ഇത് ഒരു ദിവസത്തിലെ പ്രഭാതത്തിലെ പുതിയ വാർത്ത ആ ദിവസത്തിലെ ഉച്ചയാകുമ്പോഴേക്ക് അത് പ്രാധാന്യമില്ലാത്തതാകുന്ന വിധം മറ്റു വാർത്തകൾ വരികയും, ഉച്ച സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത ഏറ്റവും വേദനാജനകമായ വാർത്ത വൈകുന്നേരത്തെ വാർത്ത സന്ദർഭങ്ങളിൽ അത് പഴയതായി തീരുകയും അപ്പോഴേക്ക് അതിനേക്കാൾ ഭയാനകമായ വാർത്ത മലയാളക്കര കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ, ഈ തിന്മകളുടെ അടിവേര് തേടി പോകുമ്പോ 90% കേസുകളും എത്തി നിൽക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിലാണ് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നാം ഈ എണ്ണിപ്പറഞ്ഞ എല്ലാ തിന്മകളുടെയും പിന്നിൽ ഏറ്റവും വലിയ വില്ലനായി പ്രവർത്തിച്ചത് ലഹരിയായിരുന്നു എന്നത് നമുക്ക് കാണാനാകും. അവിടെയാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് പ്രസക്തമാകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. മനുഷ്യരെ, നിങ്ങൾ എല്ലാ തരത്തിലുള്ള മദ്യത്തോടും ലഹരിയോടും നിങ്ങൾ വിട ചോദിക്കണം. എല്ലാ തരം ലഹരികളെയും മദ്യത്തെയും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. കാരണം ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാത്തരം മ്ലേച്ഛതകളുടെയും എല്ലാത്തരം പ്രയാസങ്ങളുടെയും എല്ലാത്തരം തോന്നിവാസങ്ങളുടെയും മാതാവിന്റെ സ്ഥാനത്താണ് ലഹരിയുള്ളത് എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ലഹരി നിർമാർജനത്തിന്റെ വഴികളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് നിയമസഭയിൽ ഇത്തരം പ്രമേയങ്ങൾ പാസാക്കിയതും ചർച്ച ചെയ്തതും. നാം ഈ സംസാരിക്കുന്ന തളിപ്പറമ്പിലെ അങ്ങാടിയിൽ എത്ര ക്ലബ്ബുകളുണ്ട്, എത്ര കൂട്ടായ്മകളുണ്ട്, എത്ര സംഘടനകളുണ്ട്. കേരളത്തിലെ മുഴുവൻ സംഘടനകളും കൂട്ടായ്മകളും മതരാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ലഹരി കൊണ്ടുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അധ്യാപകരും നിയമപാലകരും നിയമ സംവിധാനങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മഗ്‌രിബിന് മുൻപ് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള സംസാരം ഇവിടെ നടക്കുകയുണ്ടായി. അവിടെയും നമ്മൾ കേട്ടത് അത് തന്നെയാണ്. പക്ഷെ സഹോദരങ്ങളെ, ഇത്തരമൊക്കെ ചർച്ചകൾ ഇവിടെ നടക്കുമ്പോഴും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറവ് വരുന്നതല്ല നമ്മൾ കാണുന്നത്. മറിച്ച് അത് യഥേഷ്ടം വർദ്ധിക്കുന്നതിന്റെ വാർത്തകളും വർത്തമാനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലഹരിയുടെ നിർമാർജനം സാധ്യമാകണമെങ്കിൽ ഓരോരുത്തരും
തങ്ങളുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. ഓരോ വ്യക്തിയും ആ വ്യക്തി തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളും ആ വ്യക്തി എടുക്കേണ്ട ചില നിലപാടുകളുമുണ്ട്. അതിലൊന്ന്, ഞാൻ ഒരു കാരണവശാലും ഒരു ലഹരിക്കും അടിമപ്പെടുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കാനും ആ ലഹരിയുടെ വഴിയിലെ പോകുന്നതിന് എന്തെല്ലാം തടസ്സങ്ങൾ ഒരുക്കാനാകുമോ ആ മുഴുവൻ തടസ്സങ്ങളെയും ഒരുക്കി വെച്ച് അത്തരം വഴി ഞാൻ തിരഞ്ഞെടുക്കുകയില്ല എന്ന് തീരുമാനിക്കാനാകണം. സഹോദരങ്ങളെ, പുതിയ പുതിയ ലഹരികളാണ് രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ല യശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംർ, ഈ സമൂഹത്തിലെ മനുഷ്യർ മദ്യത്തെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അതിനതിൻ്റെതല്ലാത്ത ചില പേരുകൾ നൽകി ആളുകൾ ലഹരിയെ ഉപയോഗിക്കുന്ന കാലമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അങ്ങനെയുള്ള പുതിയ പുതിയ ലഹരികൾ രംഗപ്രവേശനം ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഞാൻ അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡവും സ്വീകരിക്കുമെന്ന് തീരുമാനിച്ചേ പറ്റൂ. സഹോദരങ്ങളെ, ഓരോരുത്തരും അറിയാതെയാണ് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ടുപോയി അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ തന്റെ വലിയ പരിശ്രമം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ നമ്മുടെ നാട്ടിലെ ചില ചാനലുകൾ ഇന്റർവ്യൂ നടത്തി. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ടത്. അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം. ഞാനൊരു 22 വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല. ഒരു ദിവസം 2021 ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി. നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ. എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം. ഞാൻ ബീച്ചിലൊരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, MDMA സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട്, അന്ന് കണ്ടില്ല. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു, സമയം ഇത് ചെറിയൊരു സാധനമാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യകാരം, ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്തു. അപ്പോൾ എനിക്ക് വേണ്ട 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 എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് ഞാനത് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് എന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവുന്നില്ല, ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാ കാര്യം അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ ഇരുന്ന് ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ ബീച്ചിലിറങ്ങി നടക്കും. എന്നോട് പറഞ്ഞു ഒരു സിഗരറ്റ് വലിക്കാം. ഞാൻ സിഗരറ്റ് പോലും വലിക്കും, ഇങ്ങനെ സ്മെല്ല് തന്നെ എനിക്ക് പറ്റില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു സിഗരറ്റ് ഒന്ന് വലിക്കുക, ഇത് ഭയങ്കര സ്മൂത്ത് ആയിക്കാരം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ അറിയില്ല, ഒന്ന് വലിച്ചു കാരണം സിഗരറ്റ് ഒന്ന് വലിച്ചു. ഞാൻ നമ്മുടെ ചാനലുകളിൽ പരസ്യമായി വന്ന ഒരു ഇന്റർവ്യൂ എന്ന നിലക്കാണ് ആ വ്യക്തിയെ ഇവിടെ കാണിച്ചത്. നമ്മൾ കാണിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയകളിൽ സജീവമായി ആളുകൾ ധാരാളം കണ്ട കാഴ്ചയാണ് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ശകലം ഈ പ്രോഗ്രാമിൽ ഞാൻ കാണിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാതെ ജീവിച്ച ഞാൻ, ഒരു സിഗരറ്റ് ഉപയോഗിച്ചതിന്റെ മണം കേൾക്കുന്നത് പോലും അതിന്റെ സ്മെല്ല് പോലും അസഹനീയമായി അനുഭവപ്പെട്ടിരുന്ന, അതിനെ ആ രൂപത്തിൽ കണ്ടിരുന്ന ഞാൻ എങ്ങനെയാണ് ഈ തിന്മക്ക് അടിമപ്പെട്ടത് എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് അവരെന്നോട് പറഞ്ഞത് ഇതൊരിക്കലും അഡിക്ഷൻ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും ഒരു അനുഭവം എന്താ എന്ന് നമുക്ക് അറിയണ്ടേ, ജസ്റ്റ് നീ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിടത്ത് നിന്ന് ദീർഘമായ സമയമുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നീട് ആദ്യമായി ഞാൻ 1500 രൂപയുടെ കച്ചവടമാണ് നടത്തിയത്. പിന്നീട് അത് 3000-ഉം 6000-വുമായി 12000-ഉം 12500-ഉം 25000-ഉം വരെ രൂപയുടെ കച്ചവടം പിന്നീട് ഞാൻ നടത്തുന്ന അവസ്ഥയുണ്ടായി. എവിടെ നിന്ന്? ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയിടത്ത് നിന്ന്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഓരോ വ്യക്തിയും ഈ ചതിക്കുഴിയിൽ പെട്ടുപോകില്ല എന്ന് തീരുമാനിക്കണം. എത്ര വ്യക്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി, മനുഷ്യരെ ഓരോരുത്തരും അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ഓരോ മനുഷ്യനും അവന്റെ കൂട്ടുകാരൻ ചില സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങൾ ആരോട് കൂട്ടുകൂടുന്നു എന്നതുവരെ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എത്ര കൃത്യമാണ്. ഈ കാര്യങ്ങളൊക്കെ അത് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തികളും ഈ രംഗത്തെടുക്കേണ്ട ചില തീരുമാനങ്ങളും ചില നിർദ്ദേശങ്ങളും ഉണ്ട്. അത് ആ വ്യക്തികൾ പാലിക്കണം.
കുടുംബത്തിന് കുടുംബത്തിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബത്തിലെ ഓരോരുത്തരും ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഓരോ രക്ഷിതാവും തന്റെ കുട്ടിയുടെ കാര്യത്തിൽ നല്ല നിതാന്ത ജാഗ്രതയുള്ളവരായി ജീവിക്കണം. കുട്ടികളെ യഥേഷ്ടം തുറന്നുവിടുകയും അവർക്ക് ഇന്ത്യ രാജ്യം നിശ്ചയിച്ച പ്രായപൂർത്തിയുടെ പ്രായമായ 18 തീരുമ്പോ ഇനി എങ്ങനെ ജീവിക്കണം, എവിടെ പോകണം, എന്തു കാണണം, എവിടെ എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കണമെന്നൊക്കെ കുട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ അടിമപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന കാഴ്ചകളും കേൾവികളും നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് പകർത്തി പോകുന്ന ദുരന്തത്തിന് കുടുംബസമേതം നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠാനുജ സഹോദരങ്ങളും മക്കളും ഭാര്യയും ഭർത്താവും ഇണകളും നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കണം. സമൂഹത്തിലെ ഓരോരുത്തരും നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹത്തിലെ ഓരോ അംഗത്തിനും ഇവിടെ നിർവഹിക്കാൻ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോ കൂട്ടായ്മയും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. വിസ്ഡം സ്റ്റുഡൻസ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിന്റെ യുവജന വിഭാഗവും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും വനിതാ വിദ്യാർത്ഥിനി വിഭാഗങ്ങളും ബാലവേദി കൂട്ടായ്മയടക്കം ആ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. സംഘടനകൾ ഓരോരുത്തരും, കൂട്ടായ്മകൾ ഓരോരുത്തരും അവരുടെ ബാധ്യത നിർവഹിക്കണം. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താ? ഇക്കിളിപ്പെടുത്തുന്ന ആശയങ്ങൾ മാത്രം മനുഷ്യരെ പറഞ്ഞ് തരിപ്പിക്കയറ്റി നിർത്തുന്ന ചില കൂട്ടായ്മ ഉണ്ട്. അല്ലെ, ലിബറൽ ചിന്തകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന എക്സ് മുസ്ലിംസും അല്ലാത്തതുമായ ലിബറൽ ആശയങ്ങളെ കൊണ്ടുവരാൻ പാടുപെട്ട് പണിയെടുക്കുന്ന ചില കൂട്ടായ്മകളുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച യൂത്ത് കോൺഗ്രസിന്റെ, യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, ഇവിടെ സംസാരിച്ച ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നുള്ള ആളുകൾ, അവരൊക്കെയും നമ്മളോട് പറഞ്ഞത് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഇതൊരു ദൗത്യമായി കേരളത്തിലെ മനുഷ്യർ ഏറ്റെടുക്കണമെന്നതാണെങ്കിൽ മനുഷ്യത്വത്തിന് ഒരു നന്മയും സംഭാവന ചെയ്തിട്ടില്ലാത്ത ലിബറലുകൾ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ച എന്താ? കഞ്ചാവിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് അത്തരം ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ കൊടുത്ത ഉത്തരം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇത് തീരെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഇവിടെ തന്നെ വിശദീകരിച്ചു. കളക്റ്റീവ് ലെവലിലാണ് നമ്മൾ ധാർമ്മികത പറയുന്നത്. ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ അമ്പേ പരാജയമാവും. കാരണം എന്താ വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യത്തെ പറ്റിയും അത് തെറ്റാണെന്ന് പറയാൻ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം. അപ്പൊ കഞ്ചാവ് അടിക്കുന്നത്, സാർ കഞ്ചാവ് അടിക്കുന്നത് തെറ്റായിരിക്കും? അല്ല. അപ്പൊ ആ രൂപത്തിലാണ് ഇവര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ അങ്ങാടിയിലുള്ള ഒരു കാര്യം ചോദിച്ചാൽ അതിനെ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയുമുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചാൽ തെറ്റാണ് എന്ന് ഒരല്പം കോമൺ സെൻസ് മാത്രമുണ്ടെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു ചോദ്യത്തെ സമൂഹത്തിന് പുരോഗമന ആശയം കൈമാറുന്നു എന്ന് അവകാശപ്പെടുന്ന മേനി പറയുന്ന ഒരു മനുഷ്യൻ കൊടുത്ത ഉത്തരാണ് കഞ്ചാവ് തെറ്റാന്നൊന്നും പറയാൻ പറ്റൂല. തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല എന്നത് അബദ്ധത്തിൽ വന്നൊരു വാക്ക് നമ്മൾ മുറിച്ചെടുത്തതല്ല. കഞ്ചാവ് ഉപയോഗിക്കുക എന്നതിൽ ഇവിടെ നിയമപരമായ ചില തെറ്റുകളുണ്ട്. ഈ രാജ്യം, ഈ നാം ജീവിക്കുന്ന നാട് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ തെറ്റായി കാണുന്ന ഒരു നാടാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്നറിയോ? ആ നിയമം മാറ്റണം എന്നാണ്. കഞ്ചാവ് എല്ലാവർക്കും നിയമപ്രകാരം കിട്ടുന്ന അവസരം ഉണ്ടാകണം. കേട്ടു നോക്കൂ നിങ്ങൾ അയാൾ പറയുന്നത്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകലതായനും റിക്രിയേഷൻ ആയിട്ട് ഇത് കൊടുക്കുന്നിടത്തായി. നോക്കൂ നിങ്ങൾ, കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. അതായത് കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റുന്ന നിയമം നമ്മുടെ നാട്ടിൽ നടപ്പാകണം. മാത്രമല്ല, കേക്കിന്റെ ഒക്കെ രൂപത്തിൽ നമ്മളെ കുട്ടികൾക്ക് നല്ല എനർജി കിട്ടാൻ വേണ്ടി കൊടുക്കണം. അമ്മമാരൊക്കെ എന്ത് ചെയ്യണം? ടിഫിൻ ബോക്സിൽ നല്ല കേക്കിന്റെ രൂപത്തിൽ കഞ്ചാവൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സമൂഹത്തിൽ വന്ന് ഉളുപ്പില്ലാതെ ഇത്തരം ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഇവർ, സഹോദരങ്ങളെ, സമൂഹത്തിൽ എന്ത് ധാർമ്മികത ഉണ്ടാക്കാനാണ് ഇവർക്ക് കഴിയുക? ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി നിർവഹിക്കേണ്ട ദൗത്യമുണ്ട്. ഓരോ വീടകങ്ങളിലും കുടുംബങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യമുണ്ട്. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ പ്രവർത്തിക്കുന്ന ഓരോ കൂട്ടായ്മകളും ഇവിടെ നിർവഹിക്കേണ്ട ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ നിർവഹിക്കുമ്പോ ഈ സമൂഹത്തിലേക്ക് ബോധപൂർവം ലഹരിയെ കൊണ്ടുവരാനുള്ള വിത്തുപാകുന്നത് ആരാണ് എന്ന്
സമൂഹം കൃത്യമായി ചർച്ച ചെയ്യണം. ഇത്തരം ആശയങ്ങൾ ഇവർ സമൂഹത്തിലേക്ക് ഇറക്കിവിട്ടപ്പോ മതം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് നമ്മളുടെ പുതുതലമുറയെ പഠിപ്പിച്ചപ്പോ You only live once, you only lives one, നീ ഒരിക്കൽ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന യോളോ ആശയങ്ങളെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്ത് ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനും അറമാദിക്കാനും അത് ആനന്ദിക്കാനും സർവം മറന്ന് ആനന്ദിക്കാനുമുള്ളതാണെന്ന് പഠിപ്പിച്ച് ആ കുട്ടികളിലേക്ക് കഞ്ചാവ് കേക്കിന്റെ ഒക്കെ രൂപത്തിൽ കൊടുക്കുന്ന അവസ്ഥയുണ്ടാകണം, അത് ലീഗലൈസ് ചെയ്യണം, അത് തെറ്റല്ല എന്ന ആശയങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തപ്പോ കുട്ടികളിൽ സംഭവിച്ചതെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ തെറ്റാണ്, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ ഈ അങ്ങാടിയിൽ എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാകും. സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ തെറ്റാണ്, സ്വന്തം ശരീരത്തെ കൊല്ലാണ്, അള്ളാഹു അനുവാദം തരാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ മുന്നിൽ കണ്ടാൽ മെല്ലെ അത് കാലിൻ്റെ ഒട്ട് കെട്ടെന്ന് ചവിട്ടി വരച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ ചെയ്തിട്ടേ അല്ല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ആൾക്കാർ അങ്ങാടി നിൽക്കണം നമ്മൾ കാണില്ലല്ലേ? നമ്മളെ കുട്ടികളോട് നിങ്ങൾ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കി, നിനക്ക് സിഗരറ്റ് വലിക്കണതിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുട്ടി നമ്മളോട് എന്തേ പറയുള്ളൂ? അത് തെറ്റല്ലേ ഉപ്പാന്ന് ചോദിക്കും. പക്ഷെ ഇത്തരം മനുഷ്യർ സമൂഹത്തിൽ പണിയെടുത്തപ്പോ മൈക്ക് നീട്ടി വരുന്ന മനുഷ്യരോട് യാതൊരുവിധ മടിയുമില്ലാതെ പേടിയുമില്ലാതെ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ചെറിയൊരു ഉദാഹരണം, അതും തന്നെ സോഷ്യൽ മീഡിയകളിൽ അവരു തന്നെ പ്രചരിപ്പിച്ചത് എന്നതുകൊണ്ട് ഈ സദസ്സിനെ കാണിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയില് സ്ട്രോങ് ആക്കണമെന്ന് തോന്നിയിട്ടുള്ള ഒരു നിയമമോ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഞ്ചാവ് ലീഗലാക്കണം, കഞ്ചാവ് ലീഗലാക്കണം, വേറൊന്നും ഞാൻ പറയണില്ല. കഞ്ചാവ് ലീഗലാക്കണം, അതന്നെ. സ്മോക്ക് വീഡ് ഫ്ലൈ ഹൈ. കഞ്ചാവ് ലീഗലാണെങ്കിൽ നമുക്ക് അത് വിറ്റ് നമുക്ക് എന്തോരം കാശുണ്ടാക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി. ശൈശവം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് ജീവിച്ചു പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾ. ശൈശവം കഴിഞ്ഞ് ബാല്യത്തിലേക്ക് എത്തിയവരുണ്ട്, ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തി ജീവിതത്തിന്റെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതും കഴിഞ്ഞ് മധ്യവയസ്കത കഴിഞ്ഞ ആളുകളുണ്ട്, കുടുംബമായി കഴിയുന്നവരുണ്ട്. നമുക്കൊക്കെ ഒരു കുട്ടിക്കാലമുണ്ട്. ഇങ്ങനെ ചോദിച്ച എന്തായിരുന്നു നമ്മളൊക്കെ പ്രതികരണം? എന്തായിരുന്നു ഒരു കാലം വരെ ഈ നാട്ടിലുള്ള ആളുകളുടെ പ്രതികരണം? അതിനപ്പുറം ലോകം എന്നെ കാണുന്നെന്ന് നാട്ടുകാർ അറിയുന്നുണ്ട്. എന്റെ പിതാവും മാതാവും അടക്കം ഇത് കാണുന്ന സാഹചര്യം ഉണ്ടാകും. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ സോഷ്യൽ മീഡിയകളിൽ ഇത് കാണും. എന്റെ പ്രിയപ്പെട്ടവരും എന്റെ കുടുംബവും എന്റെ സുഹൃത്തുക്കളും അടക്കം ഇത് അറിയും. നിയമപാലകരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഒരു പക്ഷേ എന്റെ ചിത്രങ്ങൾ എത്തുമൊക്കെ അറിഞ്ഞിട്ടും ഇന്ത്യ രാജ്യത്ത് പ്രാബല്യത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിയമം ഏതാണ് എന്ന് ചോദിക്കുമ്പോ ഈ ലവലേശം പേടിയില്ലാതെ നമ്മളുടെ മക്കൾക്ക് കഞ്ചാവിനെ കുറിച്ച് ഈ രൂപത്തിൽ സംസാരിക്കുന്ന അവസ്ഥയുണ്ടാക്കി കൊടുത്തതിന്റെ പിന്നിലെ പ്രതികളാരാണ് എന്ന് ഭരണകൂടം ചർച്ച ചെയ്യണം, നിയമപാലകർ ചർച്ച ചെയ്യണം, നിയമനിർമ്മാണ സഭകളിൽ ഇത്തരം ആളുകളെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകണം. ഇവർ പറയുന്ന ഈ കിളിപ്പെടുത്തുന്ന ആശയങ്ങൾക്ക് നിറം പകർന്ന് പിന്തുണ കൊടുക്കലല്ല ഭരണകൂടങ്ങളുടെയും പ്രതിപക്ഷങ്ങളുടെയും ഉത്തരവാദിത്തമെന്ന് ഇവിടെയുള്ള ആളുകൾ തിരിച്ചറിയണം. ഒരു പഞ്ചായത്ത് ഭരണസമിതി, ഒരു വാർഡ് മെമ്പർ മുതൽ തുടങ്ങുന്ന, ഒരു വാർഡ് കൗൺസിലർ മുതൽ തുടങ്ങുന്ന ജനപ്രതിനിധികൾക്ക് ഇതിൽ കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. സമൂഹത്തിന്റെ മോചനത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രം നമുക്കത് സാധ്യമാക്കാനാകൂല. ഇത്തരം ആളുകൾ സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത് എന്ത് ജനവിഭാഗത്തെയാണ്? ഞാൻ ഈ അങ്ങാടിയിൽ എന്നെ കേൾക്കുന്ന, സോഷ്യൽ മീഡിയകളിൽ എന്നെ കേൾക്കുന്ന എല്ലാ എന്റെ ചെറുപ്പക്കാരെയും സുഹൃത്തുക്കളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്കിളിപ്പെടുത്തുന്ന ആശയങ്ങളുടെ പിറകെ പോയി നാം ഈ ലഹരിക്ക് അടിമപ്പെട്ടാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താകും? മറ്റൊരു ക്ലിപ്പിൽ അമേരിക്കയുടെ തെരുവിൽ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്റെ ഈ സംസാരത്തിന്റെ കൂടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനാകും. ഇത്തരമൊരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്, ഇത്തരമൊരു ജനവിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. തെരുവോരങ്ങളിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന്, സ്വന്തം പ്രിയതമയെ മറന്ന്, സ്വന്തം മക്കളെ മറന്ന്, സ്വന്തം ബിസിനസിനെ മറന്ന്, കച്ചവടത്തെ മറന്ന്, സമ്പാദ്യ മേഖലയെ മറന്ന്, മാതാപിതാക്കളെ മറന്ന്, ഉത്തരവാദിത്തങ്ങളെ മറന്ന് വീണ് കിടക്കുന്ന ഒരു ജനത ഇവിടെ സൃഷ്ടിക്കപ്പെടും. ലക്ഷ്യമറിയാതെ ജീവിക്കുന്ന ഒരു ജനത ഇവിടെ സൃഷ്ടിക്കപ്പെടും. ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് കൊടിപിടിച്ച് ഇന്നലെ വരെ ഞാൻ മുസ്ലിമായിരുന്നു, ഐ ആം ആൻ എക്സ് മുസ്ലിം, ഇന്നിതാ ഞാൻ എന്റെ ഇസ്ലാമിന്റെ ചട്ടക്കൂടുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ്
ഏതോ ഉസ്താദിന്റെ അടുത്തുനിന്ന് എന്നോ ഒരിക്കലുണ്ടായ ഒരു ദുരനുഭവത്തെ ഉയർത്തി കാണിച്ച് ഇത്തരം മനുഷ്യരുടെ പിറകെ പോകുന്ന മനുഷ്യരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മൾ നമ്മളുടെ ജീവിതത്തെ തെരുവോരങ്ങളിൽ ഈ രൂപത്തിൽ ഹോമിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് സുന്ദരമായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇന്നലകളിൽ നമ്മളുടെ മുൻഗാമികൾ നിർവഹിച്ചതുപോലെയുള്ള നിർമ്മാണാത്മകമായ ദൗത്യങ്ങൾ നിർവഹിച്ച് അടയാളപ്പെടുത്തി ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന അതുല്യമായ ഒരു ജീവിതത്തെ തെരുവുകളിൽ ഈ രൂപത്തിൽ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ഓരോ മനുഷ്യനും ബാധ്യത നിർവഹിക്കാനുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കണം. ധൈര്യസമേതം തന്റെ ഇടത്തോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവഘടകങ്ങൾക്ക്, വിദ്യാർത്ഥി ഘടകങ്ങൾക്ക്, അതിന്റെ പാരന്റ് ഓർഗനൈസേഷന് തന്റെ ഇടത്തോടുകൂടി നട്ടെല്ലു നിവർത്തി കേരളത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയാനാകണം, ലഹരിക്കടിമപ്പെടുന്ന ഒരു പ്രവർത്തകനും ഈ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള തന്റെ ഇടം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നിടത്താണ് ഒരു പുതിയ ജനതയെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുക. ഭരണകൂടങ്ങൾക്ക് പറയാനാകണം. ഞാൻ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ എടുത്തു പറയല്ല, മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് പറയാനാകണം. അമ്മയുടെ കണ്ണുനീരിന് കാരണമാകുന്ന, അനേകം ഭാര്യമാരുടെ കണ്ണുനീരിന് കാരണമാകുന്ന, അനേകം പൊന്നോമന മക്കൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്ന, പാതിരാവുകളിൽ കണ്ണു നിറച്ച് കാത്തിരിക്കുന്ന ഉമ്മയുടെ നേരെ കത്തിയുമേന്തി കയറി വരുന്ന യുവാക്കളെ സൃഷ്ടിക്കുന്ന ഈ ലഹരിയിൽ നിന്നുള്ള സമ്പാദ്യം ഈ സംസ്ഥാനത്തിന്, ഈ രാജ്യത്തിന്, ഈ ഭരണകൂടത്തിന് വേണ്ട എന്ന നട്ടെല്ലുള്ള തീരുമാനമെടുക്കാൻ മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് കഴിയണം. ഇവിടെയുള്ള നിയമപാലകർക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു വ്യക്തി പിടിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെ കാലാകാലത്തേക്ക് നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി അയാൾ അടച്ചിടണമെന്നൊന്നും ആർക്കും ഇവിടെ അവകാശവാദമില്ല. പക്ഷേ ഇത്തരം മാഫിയകളെ നിലക്ക് നിർത്തുന്നിടത്ത് നിയമപാലകരും ഭരണ സംവിധാനങ്ങളും നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിക്കണം. അങ്ങനെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കൂ. ഓരോ വ്യക്തിയും ഞാൻ ഈ തിന്മയിലേക്ക് എടുത്തു ചാടില്ല എന്ന് തീരുമാനിക്കൂ. ഇന്നത്തെ കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്. അവര് ഇൻസ്റ്റഗ്രാമിലാണുള്ളത്. സോഷ്യൽ മീഡിയകളിൽ ഇത്തരം കാഴ്ചകളിലൂടെ, ക്ലിപ്പുകളിലൂടെ അവർ കടന്നു പോകുക. അപ്പൊ എന്താണെന്നറിയോ, ഇന്നത്തെ ജനറേഷന്റെ പ്രത്യേകത, ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ 2025 വരെ ജീവിച്ച ആൽഫ ജനറേഷന്റെ പ്രത്യേകത, അവര് എടുത്തുചാട്ടക്കാരാണ്. പുതിയതിനെ സ്വീകരിക്കാൻ വല്ലാത്ത ത്വരയുള്ള ആളുകളാണ്. നമ്മളൊക്കെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടി എന്തെങ്കിലും സംഭവിക്കുന്നതിന്റെ മുൻപാണ് അതിന്റെ ദുരന്തത്തെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് ചിന്തിക്കുക. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന അപകടത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വരുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ എടുത്തുചാട്ടങ്ങൾ ഇത്തരം തിരിച്ചു വരാനാകാത്ത അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന ബോധ്യം ഉണ്ടാവണം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ, ഈ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെടുക സാധ്യമല്ല. പൂർണ്ണമായി പരിഹരിക്കപ്പെടുക സാധ്യമല്ല. കാരണം നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആൾക്കാരോട് എന്താ പറയണത്? ആൾക്കാരോട് പറയണത് ഇത് ഉപയോഗിച്ച രോഗം ഉണ്ടാവും, മരണം ഉണ്ടാവും, അല്ലേ? ആളുകൾ പേടിക്കുന്നത് രോഗത്തെയാണ്, ആളുകൾ പേടിക്കുന്നത് നിയമ സംവിധാനത്തെയാണ്, കുട്ടികൾ പേടിക്കുന്നത് ഉമ്മയെയാണ്, ഉപ്പയെയാണ്, ഭാര്യ പേടിക്കുന്നത് ഭർത്താവിനെയാണ്, ഭർത്താവ് ചിന്തിക്കുന്നത് ഭാര്യ ഇത് പിടിച്ചാൽ എന്താകുമെന്നാണ്. നേരത്തെ തുടക്കത്തിൽ ഞാൻ കാണിച്ചൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ആ സുഹൃത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ഇതിന്റെ കച്ചവടക്കാരനായപ്പോൾ ആരൊക്കെയാണ് വാങ്ങാൻ വന്നത്. ഒന്ന് കേട്ടു നോക്കി. പിന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട് വീട്ടുകാർ. കാരണം മൂന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് എന്റെ വീട്ടുകാരെ പേടില്ല, ഒരാളിന് പേടിയാണ്, പോലീസിന് എക്സൈസിന് പേടില്ല. ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്നതിന് മുമ്പായിരുന്നല്ലോ വിൽപ്പന നടത്തിയിരുന്നത്. അപ്പൊ കസ്റ്റമർ പറഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങളെ വന്ന്, പിന്നെ ഓനും ഫ്രണ്ടായി, ഓരോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടാവുന്നു, എവിടെ എനിക്ക് സ്വാഗത, എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ, സ്വർണത്തിന്റെ വിലയുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. വെറുതെ കിട്ടണം, ഇതാരും വെറുതെ കിട്ടില്ല. ഇതൊരു ലേശത്തിന് കൊടുക്കണം 1500 3000. ഇത് എല്ലാവരും വെറുതെ ആക്കി. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നടിച്ച്. പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും, പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും, മക്കളും അടിക്കും. അത് അവർ തമ്മിൽ അറിയില്ല, ഇപ്പം അറിയുന്നുണ്ടാവും.
അതൊക്കെ അവർക്കറിയും. കാരണം ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസിങ് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആരൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഞാൻ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇത്തരം വസ്തു ഉപയോഗിച്ചാൽ മനുഷ്യന്റെ ശരീരത്തെ അത് എങ്ങനെ ബാധിക്കുമെന്നറിയുന്ന ഡോക്ടർമാരും നഴ്സുമാരും അടക്കം ഭാര്യയും ഭർത്താവും ഒന്നിച്ച്, ആങ്ങളയും പെങ്ങളും ഒന്നിച്ച്, ബാപ്പയും മക്കളും ഒന്നിച്ച് എൻ്റെ അടുത്ത് വരുന്നു, എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നു, അത് വാങ്ങാറുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, രോഗം പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ആ രോഗത്തിൻ്റെ എല്ലാ പ്രയാസകരമായ അവസ്ഥയും അറിയുന്ന, ചികിത്സിക്കുന്ന ഡോക്ടർമാർ വരെ ഇത്തരം ആളുകളുടെ കസ്റ്റമേഴ്സാണ്. അവിടെയാണ് ശാശ്വത പരിഹാരത്തിന്റെ വഴി എന്താണ്? ആ വഴി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വഴിയാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഗാഫിറിൽ പറഞ്ഞില്ലേ, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹ് കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സകത്ത് നിങ്ങൾ ഒളിപ്പിച്ചതും സർവ്വതും അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന ബോധ്യം മനുഷ്യനുണ്ടാകണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. ഇങ്ങനെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, മനസ്സിന്റെ വികാരങ്ങളെ പോലും അറിയുന്ന റബ്ബ് നിങ്ങളെ വിചാരണക്ക് വിധേയമാക്കി അനീതി കാണിക്കാതെ ഓരോരുത്തരും ചെയ്തതിന്റെ രക്ഷാശിക്ഷകൾ പ്രതിഫലമായി നൽകുന്ന ഒരു ദിവസമുണ്ട്, തിരിച്ചുപോക്കിന്റെ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന പാഠമറിയണം. അള്ളാനെ അറിയുമ്പോൾ, പരലോകം അറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ സർവ്വ തിന്മകളോടും വിട പറഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് നന്മയുള്ള ജീവിതം നയിക്കാനാവുക. ഇൻഷാ അല്ലാഹ് അതെങ്ങനെ സാധ്യമാകും? പടച്ച റബ്ബിനെ എങ്ങനെ നമ്മൾ അറിയണം? എങ്ങനെയാണ് റബ്ബിനെ ഒരു മനുഷ്യൻ ബോധ്യപ്പെടേണ്ടത്? ചരിത്രത്തിൽ അതുല്യമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അറേബ്യയുടെ മണ്ണിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നടപ്പിലാക്കിയ ചരിത്ര പ്രസിദ്ധമായ ആ വിമോചനത്തെ എന്തുകൊണ്ട് സാധ്യമായി എന്ന പരിഹാരത്തിന്റെ വഴികൾ ഇൻഷാ അല്ലാഹ് ബഹുമാനനായ മുജാഹിദ് കയുടെ സംസാരത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടും. അത് പൂർണ്ണമായി നമ്മൾ കേൾക്കണം. എന്നിട്ട് അതുമാത്രമാണ് ശാശ്വത പരിഹാരത്തിന്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് സഹോദരങ്ങളെ അതിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. പഠിക്കാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എല്ലാ വെള്ളിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും, സ്ത്രീകൾക്ക് ബുധനാഴ്ചകളിൽ രാവിലെയും പുരുഷന്മാർക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും മഗ്‌രിബിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ QHLS ക്ലാസ്സിൽ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കണം. ഞായറാഴ്ചകളിൽ നടക്കുന്ന നമ്മുടെ CRE ക്ലാസ്സിൽ ബോധപൂർവം മക്കളെ എത്തിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പീസ് റേഡിയോ പോലെയുള്ള, ജമീൽ പോലെയുള്ള സംവിധാനങ്ങൾ നിത്യേന ധർമ്മത്തിന്റെ നന്മയുടെ കേൾവിക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളിൽ നാം എടുക്കേണ്ട ഇസ്ലാമിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന തിങ്കളാഴ്ചകളിൽ നടക്കുന്ന സ്പോട്ട്ലൈറ്റ്, മതപരമായ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകളെ ബോധ്യപ്പെടുത്തുന്ന വ്യാഴാഴ്ചകളിൽ നടക്കുന്ന പ്രൂഫ് പോയിന്റ് ബോധപൂർവം നമ്മൾ കേൾക്കണം. ആദർശരംഗത്ത് നടക്കുന്ന ചർച്ചകളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. വിസ്ഡം സ്റ്റുഡൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അതുല്യമായ ചില പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമാണ് ഈ സംഗമം. അവിടെയൊക്കെ നമ്മുടെ മക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വിസ്ഡം യൂത്ത് നിർവഹിക്കുന്ന ദൗത്യങ്ങളുണ്ട്, അവിടെ ചെറുപ്പക്കാരെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ യൂത്ത് കോൺക്ലേവ് വരുന്ന ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ഞായർ ഇവിടെ ഇരിട്ടിയിൽ വെച്ചുകൊണ്ട് നടക്കാൻ, അതിൽ പങ്കെടുക്കാൻ പ്രത്യേകം ക്ഷണം കിട്ടിയ ആളുകൾ അവിടെ ഉണ്ടാകണം. അത്തരം ചർച്ചകളിൽ നിന്ന് രൂപപ്പെടുന്ന യുവതയുടെ മോചനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ കണ്ണി ചേർന്ന് നമ്മൾ നിൽക്കണം. കുടുംബം ഒന്നിച്ച് ദീനീ രംഗങ്ങളിൽ സജീവമായിട്ടുണ്ടാകണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് ധർമ്മബോധം പകർന്നു കൊടുക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മുടെ എല്ലാം പങ്കാളിത്തം അതിലുണ്ടാകണം. നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം അതിലുണ്ടാകണം. ബോധപൂർവം അവരെ ആ പരിപാടിയിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി വേദി മാറുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.